ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അക്രാലിക് ഫ്ലവർ എടുത്തിട്ട് പ്ലാസ്റ്റിക് നമ്മുടെ ഫ്ലവറാണ് ഇത്. രണ്ട് തരത്തിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ ബീഡ്സ്, പിന്നെ നമ്മുടെ ഫ്രെയിം, പിന്നെ ഞാൻ ആ എൻഡ് ടേപ്പ്, എഡ്ജ് കവർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റാലിക് ഹെയർ ബാൻഡ് ഞാനൊന്ന് എൻഡ് കവർ ചെയ്തിട്ട് അങ്ങ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സാറ്റിൻ റിബൺ കൊണ്ട് ചെയ്താലും മതി. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഇതിൻ്റെ ഞാനൊരു സെൻറ്റർ ക്ലിപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ ക്ലിപ്പ് കണ്ടിട്ട് ചോദിച്ചതാണ് ഇത് ഹെയർ ബാൻഡായിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും കവർ ചെയ്തു. അതിൻ്റെ എഡ്ജ് കുറച്ച് ഷാർപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ കവർ ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. നന്നായിട്ട് കവർ ചെയ്തു. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം, കാരണം നമ്മളിത് ഒട്ടിച്ചാണ് വയ്ക്കുന്നത്, പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അല്ല എങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇതൊന്ന് വെച്ചിരിക്കണം കേട്ടോ. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ആദ്യം ഈ പ്ലെയിൻ ടൈപ്പിലുള്ള ആ ബീഡ്സ് ഇതാണ് വെക്കുന്നത്. ഇതിങ്ങനെ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യല്, അത് ഒട്ടിക്കാൻ നിൽക്കരുത്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വയ്ക്കുമ്പോൾ അത് ആ സൈഡെല്ലാം ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഇതുപോലെ. പിന്നെ ഇത് വയ്ക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും നമുക്ക്. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, വീണ്ടും ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരിക്കും. കണ്ടോ, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഗ്യാപ്പ് വരുമെങ്കിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളതിന് ആ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഫുള്ളായിട്ട് ചെയ്യണം. ഇത് ഒട്ടിക്കാനൊന്നും ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റ്സ് പോലും എടുക്കില്ല കേട്ടോ ഈ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട്. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, ലാസ്റ്റ് രണ്ട് സൈഡും ഈക്വലാണ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അവസാനം നമ്മൾ ഫിനിഷ് ചെയ്ത് നിർത്തുക. ഇതിപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറത്ത് ഇതൊന്ന് ഡ്രൈ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം, അല്ല എങ്കിൽ അതിൻ്റെ പുറത്തൂടെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാവും. മേളിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ പുറത്താണ് അക്രാലിക് ഫ്ലവർ വയ്ക്കുന്ന കുഞ്ഞു ഫ്ലവറില്ലേ, ഈ ബീഡ്സ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ഗ്ലൂ കൊടുക്കണം, അല്ല എങ്കിൽ അത് ഇളകി വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, മേളിൽ കൊടുക്കുമ്പോൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട്. ഇനി അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലൂ കൊടുക്കുക, എന്നിട്ട് അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഗ്ലൂ കുറച്ച് പോർഷനിൽ കൊടുക്കുക. വീണ്ടും നമ്മൾ ബീഡ്സ് എന്ത് ചെയ്യുക, പറക്കി വെച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് കണ്ടല്ലോ, ഞാൻ കൈ കൊണ്ടൊക്കെ വെച്ച് പ്രസ് ചെയ്യുന്നത്. അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ കാരണം ഇത് നമ്മൾ കോർത്ത് ചെയ്യുന്നതല്ല, അതുകൊണ്ടാണ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അങ്ങനെ ചെയ്തു പോകുന്നത്. ഇതുപോലെ കുറച്ച് പോർഷനിൽ അപ്ലൈ ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ബീഡ്സൊക്കെ ഒന്ന് അതിൻ്റെ പുറത്ത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ അത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് നന്നായിട്ട് അത് ബീഡ്സിനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഫിക്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ഈ ഫ്ലവേഴ്സ് പല കളറിൽ കിട്ടും കേട്ടോ. ഇത് ഞാനിപ്പോൾ വൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കസ്റ്റമൈസേഷൻ ആയതുകൊണ്ടാണ് വൈറ്റ് ചെയ്യുന്നത്. ഇത് പല കളേഴ്സിലുണ്ട്, നമുക്ക് പല വെറൈറ്റിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഒത്തിരി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ, ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ പറയാറുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇല്ല എന്ന് പറയാറുണ്ട്. കാരണം ചില വീഡിയോസ് ഒത്തിരി ഡിലേ വരും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. അത് എല്ലാവർക്കും അതത്ര ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടല്ലോ, ഇനി അത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് അത് പ്രസ് ചെയ്ത് നന്നായിട്ട് വെക്കണം. പിന്നെ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രൈ ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്താലും മതി. ഞാനിതിപ്പോൾ ഒറ്റയടിക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് അത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എല്ലാം നന്നായിട്ട് ചെയ്തതിന് ശേഷം എല്ലാം
ഇതുപോലെ എല്ലാം നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം, ഒരു ഗ്യാപ്പോ ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി അതിനെല്ലാം നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണത്. ഇതുപോലെ കൈ വെച്ചിട്ട് കൈയുടെ ഉള്ളം കൈയില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിലൊരു ഗ്യാപ്പോ ഒന്നുമില്ല, എല്ലാം ഒന്ന് നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് ശേഷം മേളിൽ അടുത്ത സ്റ്റെപ്പ് അങ്ങ് ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ ഫ്ലവറിൻ്റെ അകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം സ്റ്റോൺസ് കൊടുക്കാം, കളർ സ്റ്റോൺസ് ഇല്ലേ അതും കൊടുക്കാം. ഇനി കളർ ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും ചെറിയ ക്ലിപ്പ് സ്റ്റോൺ ഉണ്ട്, അതായാലും കൊടുത്താൽ മതിയാവും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ തന്നെയാണ് ഒരു സെൻറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ക്ലിപ്പ് ചെയ്യാം, നമുക്കിത് എന്താ പറയുക, നമ്മളെ നോർമലായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യാം. നമുക്കിത് ഏതിൽ വെച്ച് ചെയ്താലും നല്ല ഫിനിഷിങ്ങോടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. കണ്ടല്ലോ, ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതൊരു നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം കൈയൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീങ്ങുന്നുണ്ട്, കാരണം അത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ട് ഡ്രൈ ആയിട്ട് ചെയ്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കൊടുക്കുന്നത് കളർ ബീഡ്സ്, കളർ സ്റ്റോൺസ് അല്ല, ഞാൻ ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുക്കുന്നത്. ഇതിന് കളർ ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് അവർ ഗോൾഡൻ ബീഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വരുന്നത്, വൈറ്റും ഗോൾഡും വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റി ചെയ്യാം. പിന്നെ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് പഠിച്ചിട്ടാണോ ചെയ്യുന്നതെന്ന്. ഇത് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഞാനിത് പണ്ട് മുതലേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടമാണ്. എനിക്കിത് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ചെയ്തതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നോക്കിയേ, അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.